നമസ്കാരം. കേരളത്തിന്റെ വികസന തുടർച്ചകൾ അടുത്തറിയാൻ കേരള വിഷൻ ന്യൂസ് 140 നിയമസഭാ മണ്ഡലങ്ങളിലൂടെയും സഞ്ചരിക്കുകയാണ്. വികസന തുടർച്ച എന്ന ഈ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ തൃശൂർ ജില്ലയിലെ നാട്ടിക നിയോജക മണ്ഡലത്തിലൂടെയും മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലൂടെയും ഇടുക്കി ജില്ലയുടെ തൊടുപുഴ നിയോജക മണ്ഡലത്തിലൂടെയും നമുക്ക് യാത്ര ചെയ്യാം. വികസന തുടർച്ചയുടെ ആദ്യത്തെ യാത്ര കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂർ ജില്ലയിലെ പ്രകൃതിയും സംസ്കാരവും ഒത്തുചേർന്ന അതിമനോഹരമായ നാട്ടിക നിയോജക മണ്ഡലത്തിലൂടെയാണ്. ചാവക്കാട് താലൂക്കിലെ നാട്ടിക, പലപ്പാട്, തളിക്കുളം പഞ്ചായത്തുകളും തൃശൂർ താലൂക്കിലെ അന്തിക്കാട്, ആവണിശ്ശേരി, ചാടൂർ, ചേർപ്പ്, പറളം, താന്യം പഞ്ചായത്തുകളും കൂടി 9 ഗ്രാമപഞ്ചായത്തുകൾ ചേർന്നതാണ് നാട്ടിക നിയോജക മണ്ഡലം. കായലും പുഴയും കടൽ തീരവും ഗ്രാമങ്ങളും നഗരങ്ങളുമെല്ലാം ഇടചേർന്ന് കിടക്കുന്ന ഈ നാട്ടിൽ കഴിഞ്ഞ 10 വർഷങ്ങളായി വികസനത്തിന്റെ പുത്തൻ അധ്യായങ്ങളാണ് എഴുതപ്പെട്ടത്. നാട്ടികയുടെ വികസനത്തിനായി കേരള സർക്കാർ നിരവധി പദ്ധതികളാണ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. വിദ്യാഭ്യാസം, ആരോഗ്യം, ജലസേചനം, ഗതാഗതം, പൊതുമരാമത്ത്, രജിസ്ട്രേഷൻ, നൈപുണ്യ വികസനം തുടങ്ങി വിവിധ മേഖലകളിലായി കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഗതാഗത സൗകര്യങ്ങൾ ഒരു പ്രദേശത്തിന്റെ വികസനത്തിൽ എത്രത്തോളം പ്രധാനമാണെന്ന് നമുക്കറിയാം. നാട്ടികയുടെ ഗതാഗത രംഗത്ത് വലിയ മുന്നേറ്റം നൽകുന്ന ഒരു പദ്ധതിയാണ് ചേർപ്പ് തൃപ്രയാർ റോഡിലെ കനോലി കനാലിന് കുറുകെയുള്ള തൃപ്രയാർ പാലം. വർഷങ്ങളായി നാട്ടുകാർ അനുഭവിക്കുന്ന യാത്രാക്ലേശത്തിന് ഇതൊരു ശാശ്വത പരിഹാരമാണ്. തൃശൂരിൽ നിന്നും എറണാകുളത്തേക്കും തിരിച്ചുമുള്ള യാത്രക്കാർക്ക് ഇത് ഏറെ പ്രയോജനകരമാകും. വിദ്യാഭ്യാസ രംഗത്ത് കേരളം ലോകത്തിന് തന്നെ മാതൃകയാണ്. അതിനൂതനമായ പഠന സൗകര്യങ്ങൾ ഒരുക്കുക വഴി നമ്മുടെ വിദ്യാലയങ്ങളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ് സർക്കാർ ലക്ഷ്യം. പൊതുവിദ്യാഭ്യാസ വകുപ്പ് വഴി നാട്ടികയിലെ സ്കൂളുകളും വലിയ മാറ്റങ്ങളാണ് വരുന്നത്. വിവിധ പദ്ധതികൾക്കായി കോടിക്കണക്കിന് രൂപയുടെ വികസനമാണ് ഈ മേഖലകളിൽ നടക്കുന്നത്. ഹൈടെക് ലാബുകൾ, സ്മാർട്ട് ക്ലാസ് റൂമുകൾ, അധ്യാപകർക്കുള്ള പ്രത്യേക പരിശീലനം, സ്കൂൾ കെട്ടിടങ്ങളുടെ നവീകരണം എന്നിവയെല്ലാം ഈ പദ്ധതികളുടെ ഭാഗമാണ്. ഈ മാറ്റങ്ങൾ കുട്ടികളുടെ പഠന നിലവാരം ഉയർത്താനും അവർക്ക് ആധുനിക ലോകത്തിന് അനുസരിച്ചുള്ള വിദ്യാഭ്യാസം നേടാനും സഹായിക്കും. ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയാറുണ്ട്. ആരോഗ്യ മേഖലയിലും വലിയ ശ്രദ്ധയാണ് സർക്കാർ നൽകുന്നത്. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ആരോഗ്യ സംവിധാനങ്ങളുടെ പ്രാധാന്യം നമ്മൾ തിരിച്ചറിഞ്ഞു. ഓരോ മണ്ഡലത്തിലും 10 ബെഡുകളുള്ള ഐസൊലേഷൻ വാർഡുകൾ സ്ഥാപിക്കുന്ന പദ്ധതിയുടെ ഭാഗമായി നാട്ടികയിലും അത് യാഥാർത്ഥ്യമായി. കഴിഞ്ഞ 10 വർഷം കൊണ്ട് സർക്കാരും കിഫ്ബിയും ചേർന്ന് മണ്ഡലത്തിന്റെ സമഗ്രമായ വികസനമാണ് ഇവിടെ നടപ്പിലാക്കിയത്. വികസന തുടർച്ചയുടെ അടുത്ത യാത്ര മലപ്പുറം ജില്ലയുടെ കിഴക്കൻ അതിർത്തിയായ സ്വർണം വിളയുന്ന മണ്ണും തേക്കിൻ കാടുകളുടെ പച്ചപ്പും ചാലിയാർ പുഴയുടെ കുളിരും ചേർന്ന ചരിത്രവും പ്രകൃതിയും ഇടചേർന്ന നിലമ്പൂർ നിയോജക മണ്ഡലത്തിലൂടെയാണ്. നിലമ്പൂർ മുനിസിപ്പാലിറ്റിയും അമരമ്പലം, ചാലിയാർ, ചുങ്കത്തറ, എടക്കര, കരുളായി, മൂത്തേടം, വഴിക്കടവ്, പോത്തുകൽ എന്നീ മലയോര ഗ്രാമപഞ്ചായത്തുകളും ചേർന്നതാണ് നിലമ്പൂർ നിയോജക മണ്ഡലം. വനങ്ങൾ, പുഴകൾ, കൃഷിയിടങ്ങൾ,
മലനിരകൾ, ആദിവാസി ഊരുകൾ, ഇങ്ങനെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാണ് നിലമ്പൂരിന്റെ സവിശേഷത. ഒരു കാലത്ത് മലയോര മേഖല എന്ന നിലയിൽ യാത്രാക്ലേശം വലിയൊരു വെല്ലുവിളിയായിരുന്നു. ദൂരെയുള്ള പട്ടണങ്ങളിൽ എത്താനും കാർഷിക വിളകൾ വിപണിയിൽ എത്തിക്കാനും എന്തിന് അടിയന്തര സാഹചര്യങ്ങളിൽ ആശുപത്രിയിലെത്താൻ പോലും ഇവിടുത്തെ ജനങ്ങൾ ഏറെ ബുദ്ധിമുട്ടി. അതോടൊപ്പം ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്തും കൂടുതൽ സൗകര്യങ്ങൾ ആവശ്യമായിരുന്നു. എന്നാൽ ആ പഴയ ചിത്രം ഇന്ന് അതിവേഗം മാറിയിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ ഇച്ഛാശക്തിയും പ്രത്യേകിച്ചും കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഊർജം പകരുന്ന കിഫ്ബി വഴി നടപ്പിലാക്കിയ 100 കണക്കിന് കോടി രൂപയുടെ പദ്ധതികളും നിലമ്പൂരിന് ഒരു പുതിയ മുഖം നൽകുന്നു. ഗതാഗതം മുതൽ വിദ്യാഭ്യാസം, ആരോഗ്യം, കായികം, കുടിവെള്ളം, അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങി സമസ്ത മേഖലകളിലും വലിയ കുതിച്ചുചാട്ടത്തിനാണ് നിലമ്പൂർ ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത്. ഈ വികസന കുതിപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മലയോര മേഖലയുടെ രക്തധമനി എന്ന് വിശേഷിപ്പിക്കാവുന്ന റോഡ് ശൃംഖലയുടെ വിപ്ലവകരമായ മാറ്റമാണ്. കിഫ്ബി ധനസഹായത്തോടെ പൊതുമരാമത്ത് വകുപ്പ്, കേരള റോഡ് ഫണ്ട് ബോർഡ് വഴി നടപ്പിലാക്കുന്ന പദ്ധതികൾ നിലമ്പൂരിന്റെ ഗതാഗത ഭൂപടം തന്നെ മാറ്റിവരയ്ക്കുകയാണ്. സംസ്ഥാനത്തിന്റെ അഭിമാന സംരംഭമായ മലയോര ഹൈവേയുടെ ഏറ്റവും നിർണായകമായ ഭാഗങ്ങളാണ് നിലമ്പൂർ മണ്ഡലത്തിലൂടെ കടന്നുപോകുന്നത്. പ്രധാനമായും 3 വലിയ റോഡ് നവീകരണ പദ്ധതികളാണ് ഈ മേഖലയിൽ പുരോഗമിക്കുന്നത്. ഏകദേശം 27 കിലോമീറ്റർ ദൈർഘ്യമുള്ള പൂക്കോട്ടുംപാടം കളിക്കാവ് കേരള സ്റ്റേറ്റ് കരുവാരക്കുണ്ട് ഭാഗം നവീകരിക്കുന്നതിനായി 131 കോടി 61 ലക്ഷം രൂപയുടെ ബൃഹത് പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്. നിലമ്പൂരിനെയും സമീപ പഞ്ചായത്തുകളെയും ബന്ധിപ്പിക്കുന്ന മറ്റൊരു പ്രധാന റോഡായ പൂക്കോട്ടുംപാടം മൂലേപ്പാടം പാലം റോഡിന്റെ 20.5 കിലോമീറ്റർ ദൂരം വീതി കൂട്ടി BMN/BC നിലവാരത്തിൽ നവീകരിക്കാൻ 101 കോടി 82 ലക്ഷം രൂപയുടെ പദ്ധതിയും മുന്നേറുകയാണ്. ഈ മലയോര ഹൈവേ ഭാഗങ്ങൾ പൂർണ്ണമായി യാഥാർത്ഥ്യമാകുന്നതോടെ നിലമ്പൂരിൽ നിന്ന് വയനാട്ടിലേക്കും കോഴിക്കോട്ടേക്കും പാലക്കാട്ടേക്കും സമീപ പട്ടണങ്ങളിലേക്കുമുള്ള യാത്ര അനായാസമാകും. യാത്രാസമയം ഗണ്യമായി കുറയുന്നത് വഴി വാണിജ്യ ടൂറിസം മേഖലകളിൽ വലിയ ഉണർവുണ്ടാകും. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ എളുപ്പത്തിലും വേഗത്തിലും വിപണിയിലെത്തിക്കാൻ സാധിക്കും. ഇത് ഈ മേഖലയുടെ ആകെ സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ മുതൽക്കൂട്ടായി മാറും എന്നതിൽ സംശയമില്ല. മികച്ച റോഡുകൾക്കൊപ്പം നമ്മുടെ നാളത്തെ തലമുറയ്ക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനും ഈ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് സ്കൂളുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്ന പദ്ധതികൾ നിലമ്പൂർ മണ്ഡലത്തിനും വലിയ നേട്ടങ്ങളാണ് സമ്മാനിച്ചത്. ആകർഷകമായ പുതിയ കെട്ടിടങ്ങൾ, ഹൈടെക് ക്ലാസ് മുറികൾ, ആധുനിക ലാബുകൾ, ലൈബ്രറികൾ, മികച്ച ടോയ്ലറ്റുകൾ, അടുക്കളകൾ, ചുറ്റുമതിലുകൾ എന്നിവയെല്ലാം ഈ പദ്ധതിയിലൂടെ യാഥാർത്ഥ്യമായി. ഇത് കുട്ടികൾക്ക് പഠിക്കാൻ ഏറ്റവും മികച്ച അന്തരീക്ഷം ഒരുക്കുന്നതിനോടൊപ്പം പ്രത്യേകിച്ച് മലയോര ആദിവാസി മേഖലകളിൽ നിന്നുള്ള കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് തടയാനും വലിയ തോതിൽ സഹായിക്കുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തും നിലമ്പൂർ പിന്നോട്ടല്ല. നിലമ്പൂർ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനായി കിറ്റ്കോ ലിമിറ്റഡിന്റെ മേൽനോട്ടത്തിൽ 1 കോടി 25 ലക്ഷം രൂപയുടെ പദ്ധതിയും കിഫ്ബി വഴി നടക്കുന്നുണ്ട്. ഇത് കോളേജിലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട പഠന ഗവേഷണ സൗകര്യങ്ങൾ ഒരുക്കാൻ സഹായിക്കും. ആരോഗ്യമുള്ള ഒരു സമൂഹമാണ് നാടിന്റെ സമ്പത്ത്. ആരോഗ്യരംഗത്തും സംസ്ഥാന സർക്കാരിന്റെ കിഫ്ബി സഹായത്തോടെയുള്ള പദ്ധതികൾ നിലമ്പൂരിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുന്ന 2 പ്രധാന പദ്ധതികളുടെ പ്രയോജനം നിലമ്പൂർ മണ്ഡലത്തിലെ ജനങ്ങൾക്കും ലഭിക്കുന്നുണ്ട്.
വൃക്ക രോഗികൾക്ക് ആശ്വാസമായി കുറഞ്ഞ ചെലവിൽ ഡയാലിസിസ് സൗകര്യം ലഭ്യമാക്കുന്നതിനായി KMSCL വഴി നടപ്പിലാക്കുന്ന 50 കോടി രൂപയുടെ സംസ്ഥാനതല ഡയാലിസിസ് സെന്റർ പദ്ധതിയും പകർച്ചവ്യാധികൾ പോലുള്ള അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ പ്രാദേശിക തലത്തിൽ സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിനായി KMSCL വഴി നടപ്പിലാക്കുന്ന 236 കോടിയുടെ സംസ്ഥാനതല പദ്ധതിയുടെ ഭാഗമായുള്ള 10 കിടക്കകളുള്ള ഐസൊലേഷൻ വാർഡുകളും ഇവിടെ പ്രയോജനപ്പെടുന്നു. ഇവയ്ക്ക് പുറമെ നിലമ്പൂരിലെ ജില്ലാ ആശുപത്രിയുടെ സമഗ്ര വികസനത്തിനായി മറ്റ് പദ്ധതികളും പരിഗണനയിലുണ്ട് എന്നത് ഈ മേഖലയിലെ ആരോഗ്യരംഗത്തിന് വലിയ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. ചികിത്സകൾക്കായി കോഴിക്കോട്ടേക്കും മറ്റ് ദൂരസ്ഥലങ്ങളിലേക്കും പോകേണ്ടി വരുന്ന സാധാരണക്കാരുടെ ദുരിതത്തിന് വലിയൊരളവിൽ പരിഹാരമാകും. ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് നിലമ്പൂരിൽ നടക്കുന്നത് അഭൂതപൂർവമായ മാറ്റങ്ങളാണ്. മലയോര ഹൈവേയിലൂടെ ഗതാഗത രംഗത്ത് ഒരു പുതുയുഗമാണ് പിറക്കുന്നത്. അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്ന വിദ്യാലയങ്ങൾ, അറിവിന്റെ പുതിയ വാതായനങ്ങൾ തുറക്കുമ്പോൾ മിനി സ്റ്റേഡിയം കായിക സ്വപ്നങ്ങൾക്ക് ഊർജം പകരുന്നു. ആരോഗ്യരംഗത്തും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളിലും വലിയ മുന്നേറ്റമാണ് കിഫ്ബിയിലൂടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നത് ഈ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളിലൂടെ സാധ്യമാകുന്നത്. ഓരോ പദ്ധതിയും പൂർത്തിയാകുമ്പോൾ അത് നിലമ്പൂരിലെ ഓരോ പൗരന്റെയും ജീവിതത്തിൽ പുരോഗതിയുടെയും പ്രതീക്ഷയുടെയും പുതിയ അധ്യായമാണ് എഴുതി ചേർക്കുന്നത്. ഈ വികസന മുന്നേറ്റം നിലമ്പൂരിനെ കൂടുതൽ ശോഭനമായ സമൃദ്ധമായ ഒരു ഭാവിയിലേക്ക് കൈപിടിച്ചുയർത്തുമെന്നതിൽ ഒരു സംശയവുമില്ല. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ 2016 മുതൽ തുടർച്ചയായി കേരളത്തിൽ അധികാരത്തിലിരിക്കുകയാണ്. ആ ഗവൺമെൻറ് കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകുന്ന തരത്തിലേക്കുള്ള വിവിധ പദ്ധതികളാണ് ഈ കാലഘട്ടത്തിൽ നടപ്പിലാക്കി വരുന്നത്. ബഡ്ജറ്റിന് പുറത്ത് സാമ്പത്തിക സമാഹരണം കണ്ടെത്തി ആ സാമ്പത്തിക സമാഹരണത്തിലൂടെ കേരളത്തിൻ്റെ അടിസ്ഥാന വികസനം പൂർത്തീകരിക്കുക എന്ന കാഴ്ചപ്പാടോടുകൂടിയാണ് സംസ്ഥാന ഗവൺമെൻറ് കിഫ്ബിയെ സമീപിച്ചത്. കിഫ്ബിയിൽ നിന്നും തുക എടുത്തുകൊണ്ട് പശ്ചാത്തല വികസന മേഖലയിൽ വലിയ മാറ്റങ്ങളാണ് ഈ 9 വർഷക്കാലത്തിനിടയിൽ പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ പൂർത്തീകരിക്കാൻ അതിന് പ്രവൃത്തി നടന്നു വരുന്നത്. MLA രാജിവെച്ച് പുറത്തു പോയിട്ടും വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു കുറവും വരുത്താതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം MLA ഇല്ലെങ്കിലും നിലമ്പൂരിൽ വികസനങ്ങൾ മുടങ്ങില്ല എന്നുള്ളത് ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള വികസനമാണ് നടക്കുന്നത്. ഈ മലയോര മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളുടെ പ്രശ്നം യാത്രാക്ലേശമായിരുന്നു. ആ യാത്രാക്ലേശം പരിഹരിക്കുന്നതിന് മലയോര ഹൈവേയിലൂടെ പുതിയ ഗുണനിലവാരമുള്ള BM and BC നിലവാരത്തിലുള്ള റോഡുകളാണ് 2 റീച്ച് ഇപ്പോൾ ഏറെക്കുറെ പൂർത്തീകരിച്ചിട്ടുള്ളത്. അതിൽ പൂക്കോട്ടുംപാടം മുതൽ മുണ്ടേരി വരെയുള്ള കാറ്റാടിപ്പാലം വരെയുള്ള റീച്ച് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. പൂക്കോട്ടുംപാടം മുതൽ മയിലാടി വരെയുള്ള റീച്ച് ഏതാനും ചെറിയ പ്രവർത്തികൾ മാത്രം ബാക്കി നിൽക്കെ അതും പൂർത്തീകരിക്കുകയാണ്. കോടിക്കണക്കിന് ഉറപ്പിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ ഗവൺമെൻറ് ചിലവഴിച്ചിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും. അതുവഴി ഈ മലയോര മേഖലയിലെ യാത്രാക്ലേശത്തിന് പരിഹാരം കാണുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഈ മണ്ഡലത്തിലകത്തെ ജനങ്ങൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. 23 സ്കൂളുകൾക്കായി ഏറെക്കുറെ 50 കോടിയിലധികം രൂപ, അതായത് 1 കോടി, 3 കോടി, 5 കോടി എന്ന നിലവാരത്തിൽ തെരഞ്ഞെടുത്ത മുഴുവൻ സർക്കാർ സ്കൂളുകൾക്കും എയ്ഡഡ് സ്കൂളുകൾക്കും ഫണ്ട് അനുവദിച്ചുകൊണ്ട് സ്കൂളുകളുടെ പശ്ചാത്തല വികസനം ഉറപ്പുവരുത്തുന്നതിന് ഈ കാലഘട്ടത്തിൽ ഈ കിഫ്ബി ഫണ്ട് കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. സ്മാർട്ട് ക്ലാസ് റൂമുകളും അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങളും
ഇൻ്റർനാഷണൽ നിലവാരത്തിലുള്ള ലാബുകളുമെല്ലാം ഒരുക്കി സാധാരണക്കാർക്ക് കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം ഉറപ്പുവരുത്താൻ ഗവൺമെൻറ്റിന് ഈ ഫണ്ട് കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെന്ന് കാണാൻ കഴിയും. ഗവൺമെൻറ് മാനവേദൻ ഹൈസ്കൂളിൽ നിർമ്മിച്ചിട്ടുള്ള മിനി സ്റ്റേഡിയം ഇൻ്റർനാഷണൽ നിലവാരത്തിലുള്ള 400 മീറ്റർ ഉള്ള ഈ സ്റ്റേഡിയം അത് ഈ നിലമ്പൂരിൻ്റെ വികസനത്തിൻ്റെ ഒരു നാഴികക്കല്ലാണ്. സ്പോർട്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആളുകൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഇൻ്റർനാഷണൽ നിലവാരത്തിലേക്ക് ആ സ്റ്റേഡിയത്തെ കൊണ്ടുപോകുന്നതിനും അത് ഉപയോഗപ്പെടുത്താൻ ഭാഗത്തിൽ അതിൻ്റെ പ്രവർത്തനം പൂർത്തീകരിക്കുന്നതിനും ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ട് എന്ന് കാണാൻ കഴിയും. കിഫ്ബിയെ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നന്നായി ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് ഈ നിലമ്പൂരിലെ റോഡുകളുടെ ഗുണനിലവാരവും അതുപോലെ തന്നെ സ്കൂൾ കെട്ടിടങ്ങളുടെയും ആശുപത്രി കെട്ടിടങ്ങളുടെയും എല്ലാം തന്നെ ഗുണനിലവാരവും അതിൻ്റെ ഭൗതിക സാഹചര്യങ്ങളും പരിശോധിക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വികസന കാര്യങ്ങളിൽ ഒരുപടി മുന്നിലാണ് എന്ന് കേരളം സാക്ഷ്യപ്പെടുത്തുകയാണ്. വീണ്ടും മൂന്നാം പിണറായി സർക്കാർ എന്ന ഒരു പുതിയ വാദം ഈ കേരളത്തിൽ കൊണ്ടുവരുന്നതിന് ഈ വികസന പ്രവർത്തനങ്ങൾ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പൊതുവെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. വികസന തുടർച്ചയുടെ അടുത്ത യാത്ര പച്ചപ്പ് പുതച്ച മലനിരകളും വളക്കൂറുള്ള മണ്ണും കഠിനാധ്വാനികളായ മനുഷ്യരുമുള്ള ഇടുക്കി ജില്ലയുടെ കവാടം എന്ന് വിശേഷിപ്പിക്കാവുന്ന റബ്ബറും സുഗന്ധവ്യഞ്ജനങ്ങളും വിളയുന്ന മലയോര മേഖലയുടെ പ്രധാന വാണിജ്യ കേന്ദ്രമായ തൊടുപുഴയാറിനാൽ അനുഗ്രഹീതമായ തൊടുപുഴ നിയോജക മണ്ഡലത്തിലൂടെയാണ്. തൊടുപുഴ നഗരസഭയും കാർഷിക പാരമ്പര്യവും പേർന്ന ആലക്കോട്, ഇടവെട്ടി, കരിമണ്ണൂർ, കരിങ്കുന്നം, കോടിക്കുളം, കുമാരമംഗലം, മണക്കാട്, മുട്ടം, പുറപ്പുഴ, ഉടുമ്പന്നൂർ, വണ്ണപ്പുറം, വെള്ളിയാമറ്റം എന്നീ 12 ഗ്രാമപഞ്ചായത്തുകളും ചേർന്നതാണ് ഈ നിയമസഭാ മണ്ഡലം. ഇടുക്കിയുടെ ഹൈറേഞ്ചിലേക്കുള്ള പ്രവേശന കവാടം കൂടിയായ ഈ ഭൂമികയിൽ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് ഒരു കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുകയാണ് കേരള സർക്കാരും കിഫ്ബിയും. ഒരു നാടിന്റെ സുസ്ഥിരമായ വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യം മികച്ച അടിസ്ഥാന സൗകര്യങ്ങളാണ്. എന്നാൽ റോഡുകൾ നിർമ്മിക്കാനും പാലങ്ങൾ പണിയാനും കുടിവെള്ളം എത്തിക്കാനും സ്കൂളുകളും ആശുപത്രികളും നവീകരിക്കാനുമെല്ലാം വലിയ തോതിലുള്ള സാമ്പത്തിക മുതൽക്കൂട്ട് ആവശ്യമാണ്. പലപ്പോഴും സർക്കാരിന്റെ വാർഷിക ബജറ്റ് വിഹിതം മാത്രം ഉപയോഗിച്ച് ഇത്തരം വലിയ പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ഇവിടെയാണ് സംസ്ഥാന സർക്കാരിന്റെ കിഫ്ബി എന്ന നൂതന ആശയം പ്രസക്തമാകുന്നത്. കിഫ്ബി കേവലം പണം നൽകുന്ന ഒരു സ്ഥാപനം മാത്രമല്ല. വലിയ വികസന പദ്ധതികൾക്ക് ആവശ്യമായ ഫണ്ട് ബജറ്റിന് പുറത്തുനിന്നും ആഭ്യന്തരമായും അന്താരാഷ്ട്ര തലത്തിൽ നിന്നുമുള്ള വിപണികളിൽ നിന്ന് ഉൾപ്പെടെ കണ്ടെത്തുന്നു. ഇങ്ങനെ കണ്ടെത്തുന്ന പണം ഏറ്റവും കാര്യക്ഷമമായി കാലതാമസമില്ലാതെ പദ്ധതി നിർവഹണത്തിനായി ലഭ്യമാക്കുന്നു. ഓരോ പദ്ധതിയുടെയും മേൽനോട്ടത്തിന് സുഗമമായ നടത്തിപ്പിനും വേണ്ടി സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്നറിയപ്പെടുന്ന പ്രത്യേക ഏജൻസികളെയോ കമ്പനികളെയോ ചുമതലപ്പെടുത്തുന്നു. ഇത് പദ്ധതികളുടെ ഗുണനിലവാരം ഉറപ്പാക്കാനും വേഗത്തിലാക്കാനും സഹായിക്കുന്നു. ഇന്ന് തൊടുപുഴ നിയോജക മണ്ഡലത്തിൽ നോക്കിയാൽ ശുദ്ധജലം വിതരണം മുതൽ റോഡ് വികസനം വരെ, വിദ്യാഭ്യാസത്തിന്റെ ഉന്നമനം മുതൽ ആരോഗ്യ സംരക്ഷണം വരെ, സർക്കാർ സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നത് മുതൽ നൈപുണ്യ വികസനം വരെ സമസ്ത മേഖലകളിലും സർക്കാരിന്റെ വികസന സ്പർശം നമുക്ക് കാണാൻ സാധിക്കും.
ദശകോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപമാണ് ഈ നാടിന്റെ ഭാവി ശോഭനമാക്കാൻ കിഫ്ബിയിലൂടെ എത്തിയത്. ജീവന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ ഒന്നാണ് ശുദ്ധജലം. തൊടുപുഴ നഗരം വികസനത്തിനനുസരിച്ച് അവിടുത്തെ ജനങ്ങളുടെ കുടിവെള്ള ആവശ്യകതയും വർദ്ധിച്ചു വരികയാണ്. പലയിടങ്ങളിലും ആവശ്യത്തിന് വെള്ളം കിട്ടാത്ത അവസ്ഥയാണ്. ലഭിക്കുന്ന വെള്ളത്തിന്റെ ശുദ്ധജല നിലവാരത്തിനുള്ള ആശങ്കകളും എന്നിവ നിലനിൽക്കുന്നു. ഈ ഗുരുതരമായ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം കാണുകയാണ് കിഫ്ബിയുടെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കുന്ന തൊടുപുഴ നഗരസഭയിലേക്കുള്ള ശുദ്ധജല വിതരണ പദ്ധതിയുടെ വിപുലീകരണം. കേരള വാട്ടർ അതോറിറ്റിയാണ് ഈ സുപ്രധാന പദ്ധതി നടപ്പിലാക്കുന്നത്. ഇടുക്കിയെ പോലൊരു മലയോര ജില്ലയുടെ ജീവനാഡിയാണ് അവിടുത്തെ റോഡ് ശൃംഖല. തൊടുപുഴയിൽ നിന്നും ഹൈറേഞ്ചിലെ മറ്റ് പട്ടണങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും തിരിച്ചുമുള്ള യാത്ര സുഗമമാക്കേണ്ടത് ഇവിടുത്തെ കർഷകർക്കും വ്യാപാരികൾക്കും സാധാരണക്കാർക്കും അത്യന്താപേക്ഷിതമാണ്. കാർഷിക വിളകൾ യഥാസമയം വിപണിയിൽ എത്തിക്കാനും ടൂറിസ്റ്റുകൾക്ക് എളുപ്പത്തിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് എത്താനും അടിയന്തര സാഹചര്യങ്ങളിൽ ആശുപത്രിയിലേക്കും മറ്റും വേഗത്തിലെത്താനുമെല്ലാം നല്ല റോഡുകൾ കൂടിയേ തീരൂ. ഈ പ്രാധാന്യം ഉൾക്കൊണ്ടാണ് കിഫ്ബി തൊടുപുഴയിലെ റോഡ് വികസനത്തിന് വലിയ പ്രാധാന്യം നൽകുന്നത്. ഇതിലെ ഏറ്റവും ബൃഹത്തായ പദ്ധതി ഹിൽ ഹൈവേയുടെ നിർമ്മാണമാണ്. സംസ്ഥാനത്തിന്റെ മലയോര മേഖലയിലൂടെ കടന്നുപോകുന്ന ഈ സ്വപ്നപാതയുടെ ഭാഗമായി തൊടുപുഴയെ ഹൈറേഞ്ചുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്ന തൊടുപുഴ പുളിയൻമല റോഡിന്റെ പ്രധാന ഭാഗം കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ചിരിക്കുകയാണ്. വിജ്ഞാന സമ്പദ് വ്യവസ്ഥയിലേക്ക് കേരളം മാറുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഉറപ്പാക്കേണ്ടത് അനിവാര്യമാണ്. സർക്കാർ സ്കൂളുകളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന് കിഫ്ബി നൽകുന്ന പിന്തുണ വളരെ വലുതാണ്. പൊട്ടിപ്പിളഞ്ഞ ക്ലാസ് മുറികൾക്കും പരിമിതമായ സൗകര്യങ്ങൾക്കും വിട നൽകി ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പഠനം ആസ്വാദികരമാക്കുകയാണ് സംസ്ഥാന സർക്കാരും കിഫ്ബിയും. ഇതിലൂടെ തൊടുപുഴ മണ്ഡലത്തിലെയും മറ്റ് ഇടുക്കിയിലുള്ള സ്കൂളുകൾക്ക് ഹൈടെക് ക്ലാസ് മുറികളും ലാബുകളും ലഭിച്ചു. അതുപോലെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ വഴി നടപ്പിലാക്കുന്ന തൃശൂർ, ഇടുക്കി, കണ്ണൂർ ക്ലസ്റ്റർ പദ്ധതിക്ക് 15,59,00,000 രൂപയും കിഫ്ബി അംഗീകാരം നൽകി. ഈ ഫണ്ടുകൾ ഉപയോഗിച്ച് സ്കൂളുകളിൽ പുതിയ കെട്ടിടങ്ങൾ, ലൈബ്രറികൾ, ശൗചാലയ സമുച്ചയങ്ങൾ, അടുക്കളകൾ എന്നിവയെല്ലാം നിർമ്മിക്കുന്നു. തൊടുപുഴ മണ്ഡലത്തിലെ നിരവധി സ്കൂളുകൾക്ക് ഈ പദ്ധതികളുടെ പ്രയോജനം ലഭിച്ചിട്ടുണ്ട്. അക്കാദമിക വിദ്യാഭ്യാസത്തിനൊപ്പം തൊഴിലധിഷ്ഠിതമായ വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം നൽകേണ്ടതുണ്ട്. സംസ്ഥാനത്തെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മികച്ച സാങ്കേതിക വിദ്യാഭ്യാസം നൽകുന്നതിനായി 5 പുതിയ ITI കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ കിഫ്ബി ധനസഹായം നൽകുന്നു. ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന് കീഴിലുള്ള ഈ പദ്ധതിയുടെ നിർമ്മാണ ചുമതല കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡിനാണ്. ഇവയെല്ലാം ചേർന്ന് ആയിരക്കണക്കിന് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് സർക്കാർ കിഫ്ബിയുടെ സാമ്പത്തിക പിന്തുണയോടെ തൊടുപുഴ മണ്ഡലത്തിൽ യാഥാർത്ഥ്യമാക്കുന്നത്. ഈ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം കേവലം കെട്ടിടങ്ങളോ റോഡുകളോ ആയി ഒതുങ്ങുന്നില്ല. അത് തൊടുപുഴയിലെ ഓരോ വ്യക്തിയുടെ ജീവിതത്തിൽ നേരിട്ട് ഗുണപരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോവുകയാണ്. ഇത് ഈ നാടിനാകെ പുരോഗതിയാണ് അടയാളപ്പെടുത്തുന്നത്. കിഫ്ബിയിലൂടെ കേരള സർക്കാർ നടപ്പിലാക്കുന്ന ഈ വികസന മാതൃക അടിസ്ഥാന സൗകര്യ വികസനത്തിനൊപ്പം സാമൂഹിക നീതിയും ഉറപ്പാക്കുന്നു. കിഫ്ബിയുടെ ധനസഹായത്തോടെ ഓരോ മണ്ഡലത്തിലും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഈ വികസന പ്രവർത്തനങ്ങൾ മണ്ഡലത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുമെന്നതിൽ സംശയമില്ല. വികസന തുടർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റു മണ്ഡലങ്ങളിലെ വികസന വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.